ഹലോ ഗൈസ്, ഞാൻ ഇത്ര സന്തോഷത്തോടെ എവിടെ പോകുന്നറിയോ? മാർക്കറ്റിൽ പോവാണ്. കണ്ടു പറയോ, എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര വിശപ്പ്. നല്ല നാടൻ ഫുഡ് കഴിക്കാനാണ് തോന്നിയത്. അവിടെ കിട്ടത്തില്ല. അപ്പം നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ ഫുഡാണ്. ഞാൻ പുട്ടും ചിക്കൻ കറിയും ഓർഡർ ചെയ്തു. അത് അവർ തേങ്ങാപ്പാലിൽ ഇങ്ങനെ ഒഴിച്ച് കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു. പണ്ട് കുഞ്ഞിലെ പുട്ടും ചമ്മന്തിയും വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുമായിരുന്നു. അപ്പം എന്നെ എല്ലാവരും കളിയാക്കിയായിരുന്നു. ഞാൻ വല്ല ശ്രീലങ്കയിൽ ജനിക്കേണ്ടതായിരുന്നു. എന്നിട്ട് മീനെല്ലാം നോക്കി നടന്നു. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടു. ദേ കല്ലുമ്മക്കായ. ഞങ്ങളുടെ നാട്ടിൽ ചിപ്പി എന്ന് പറയും. ചിപ്പി വാങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലെ ഒരു ശീലമാണ് കപ്പ ഇട്ട് പുഴുങ്ങുക എന്നുള്ളത്. അപ്പോൾ കപ്പയും വാങ്ങി വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റാതെ കപ്പേനെല്ലാം കൂടി എടുത്തിട്ട് സിങ്കിലോട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിപ്പി ഒരു ലെയറിടും, അതിൻ്റെ മുകളിൽ കപ്പയിടും, പിന്നെ ചിപ്പിയിടും. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ഫുഡ് കഴിച്ചാലും ചെറുതിലെ നാവിൽ പിടിച്ചുപോയ സ്വാദ് അത് ഒരിക്കലും മാറില്ല. അപ്പോൾ ഈ ചിപ്പിയുടെ വേവ് എന്ന് പറയുന്നത് കപ്പയുടെ വേവ് എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. കൊതി സഹിക്കാൻ വയ്യാതെ ഒരു കപ്പ എടുത്ത് വായിലിട്ടതാണ്, വായ പൊള്ളിപ്പോയി. ഈ കല്ലുമ്മക്കായയുടെ ഷെല്ലിന്റെ സൈസ് കണ്ടപ്പോൾ ഞാൻ വെച്ചു നല്ല മീറ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഇല്ല, ഒരു മീഡിയം സൈസ് മീറ്റ് ആണുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിപ്പിയുടെ ജ്യൂസ് എല്ലാം കൂടി കപ്പയിലേക്ക് ഇറങ്ങി അത് വേറൊരു ടേസ്റ്റിന് കൊതി വരുന്നു. ഞാൻ ട്രിവാൻഡ്രം എറണാകുളം പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചിപ്പിയെന്നും കല്ലുമ്മക്കായെന്നും മാറി മാറി പറയും കേട്ടോ. അപ്പോൾ ഈ ചിപ്പിയുടെ ഉള്ളിൽ ചകിരി പോലത്തെ സാധനമുണ്ട്, അതെടുത്ത് കളയണം. അതെടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ആകെ ഇച്ചിരിയുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒരു തോരൻ സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു, ചിപ്പിത്തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ധാരാളം വേണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അത് എൻ്റെ കറിവേപ്പിലയും സവാള കുനുകുന അരിഞ്ഞതും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ ചിപ്പിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് 2-3 മിനിറ്റ് വഴറ്റി. എന്നിട്ട് ഈ തേങ്ങ അരപ്പും കൂടി ഇട്ട് ആ ജാറ് കഴുകിയ വെള്ളവും കൂടി ചേർത്ത് ഇതിനെല്ലാം കൂടി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തു. എന്നിട്ട് ഇതേ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ആയിട്ട് ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പെപ്പർ പൗഡർ ലാസ്റ്റ് ഇടുന്നത് അടിപൊളിയാണ്. പിന്നെ മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് ഇളക്കിയാൽ എൻ്റെ അമ്മയെ എൻ്റെ ഫേവററ്റ് സാധനമാണ്. ചോറിൻ്റെ കൂടെയാണ് ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ. പക്ഷേ ഞാൻ ഇന്ന് റൊട്ടിയുടെ കൂടെയാണ് കഴിക്കുന്നത്. പണ്ടിങ്ങനെ കല്ലുമ്മക്കായും കപ്പയും കൂടി ഇട്ട് ഇങ്ങനെ പുഴുങ്ങുന്ന സമയത്ത് അമ്മ അധികം ഞങ്ങൾ കഴിക്കാൻ സമ്മതിക്കത്തില്ല, ഗ്യാസ് വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്നിൽ തോരൻ ഉണ്ടാക്കും, അല്ല നല്ല അടിപൊളി ഫ്രൈ ഉണ്ടാക്കും. എന്നിട്ട് അത് ചോറിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ തരും. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാട്ടിലിപ്പോൾ നല്ല ചിപ്പി കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു മനസ്സുഖം. ഓസ്ട്രേലിയയിൽ വന്ന് നന്നായി എന്നൊക്കെ തോന്നിപ്പോയി. അപ്പം ശരി, ബൈ.